ഹായ് സുഹൃത്തുക്കളെ, അപ്പൊ നമ്മളെ നാട്ടോട്ട് പോകണം കേട്ടോ. ഞങ്ങൾ നാട്ടോട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ ഒരുങ്ങി ഉച്ച കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങുന്നുള്ളൂ. പക്ഷെ അതിന് മുമ്പ് ജോലിലോട്ട് പോകണം കേട്ടോ. ജോലി ചെയ്യുന്ന കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു. ഒരു എവിടെയാണ് ജോലി ചെയ്യുന്നത്? MRI സെന്ററാണ് ജോലി ചെയ്യുന്നത് കേട്ടോ. സ്കാനിങ് സെന്ററിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം ജോലിയുള്ള സമയമായി, ചെല്ലണ സമയമായി ഇല്ലേ? അപ്പം നമ്മളിനി ഇവിടെ അജീഷണിയിലുണ്ട്. അപ്പം അജീഷണി നമ്മളെ കാണാൻ വേണ്ടി വന്നതാണല്ലോ. അപ്പം പുള്ളിയും ടാറ്റ പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. നമുക്കിനി നാട്ടിൽ വെച്ച് കാണുന്നതായിരിക്കും സുഹൃത്തുക്കളെ. ഓക്കെ, നേരത്തെ പറഞ്ഞ ചെറിയ തിരുത്തുണ്ട് കേട്ടോ. ഇയാള് വർക്ക് ചെയ്യുന്നത് റേഡിയോളജി കേട്ടോ. തെറ്റിപ്പോയി. പിന്നെ എന്തോ പറയുന്നത്? റേഡിയോഗ്രാഫർ. റേഡിയോഗ്രാഫറോ ഫോട്ടോഗ്രാഫറോ? റേഡിയോഗ്രാഫറാണോ? റേഡിയോഗ്രാഫറാണ്. അതീശടി നമ്മളെ കാണാൻ ദൂരെ അകലെ ദൂരെ വന്നേ. ഒരു 10 കിലോട്ടോ, 15 കിലോട്ടോ. ഇല്ല, ഞാൻ നോക്കി 10 കിലോമീറ്റർ പഞ്ചിന് പറഞ്ഞാട്ടോ. ഒരു 15 കിലോമീറ്റർ അപ്പുറമാണ് വന്നേട്ടോ. അതെ, കണ്ടോ? അതെ, അപ്പൊ ഞങ്ങള് പോവാണ്. ലൈക്ക്, ഷെയർ, സപ്പോർട്ട്. അതീശൻ ജോലിക്ക് പോകുന്നില്ലേ? ലീവാണ്. അപ്പൊ ഇന്ന് ലീവാണ് കേട്ടോ. പുള്ളി എവിടെ വർക്ക് ചെയ്യുന്നേ? പറയുന്നേ ഇവിടെ മാനേജർ, സ്ഥാപനത്തിന്റെ മാനേജർ കേട്ടോ. പറയുന്നേ പറയുന്നേ ഒരു സ്ഥാപനത്തിന്റെ മാനേജർ. മാറുന്നേ. ഞാൻ KFC വർക്ക് ചെയ്യുന്നു. പുള്ളി KFC-യിലുണ്ട്, മാനേജറാണ് കേട്ടോ. അല്ലേ? ഓക്കെ. ഹായ് സുഹൃത്തുക്കളെ, അപ്പൊ നമ്മളിവിടെ ജയ്പൂർ വന്ന ശേഷം ഒരു 3-4 ദിവസം കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കി തന്ന 2 പേരാണ് കേട്ടോ. ഈ 2 പേര്, ഒരു മോള് വെളിയിലാണ് പഠിക്കുന്നത്, ഒരു മോള് അബി. നമ്മളിവിടെ ഇറങ്ങാൻ വേണ്ടി പോവാണ്. നമ്മള് ട്രെയിൻ 12:30-ക്കാണ്. അപ്പൊ നമ്മള് ഇപ്പൊ തന്നെ പോയി നിൽക്കണം. ലഗേജ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് നേരത്തെ പോയി റെഡി ആയിട്ട് നിൽക്കണം അവിടെ. ഓക്കെ, നമ്മളെ വണ്ടിയിലോട്ടെല്ലാം കയറ്റി വേണം കേട്ടോ. പറഞ്ഞില്ല. ഇപ്പൊ നമ്മള് പോവാണ് കേട്ടോ. എടാ ഇങ്ങോട്ട് വേടാ, എടാ ഇങ്ങോട്ട് വരാന്. നീ പോന്നില്ലേ? പോന്നില്ലേടാ? വണ്ടി കേറണ്ടില്ലേ? കയറി പോ. $2.5 കോടിയുടെ ഫ്ലാറ്റാണ് കേട്ടോ. 2.5 കോടി. കാര്യം ഇവിടെ എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷന് ഇതൊക്കെ അടുത്തുണ്ടായതുകൊണ്ടാണ് ഈ ഒരു റേറ്റ്. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ എത്തി കേട്ടോ. നമ്മളിവിടെ റെയിൽവേയിൽ എത്തി കേട്ടോ. നമുക്ക് 12:30-ക്കാണ് ട്രെയിന്. അപ്പം തൊട്ടടുത്ത് അല്ല, ജയ്പൂർ അല്ല കേട്ടോ, ഇത് ദുർഗാപുര റെയിൽവേ ആണ് കേട്ടോ. അപ്പം ജയ്പൂരിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും ഇവിടെ 5 മിനിറ്റ് നിർത്തിയിടും. ഇതാണ് നമുക്ക് അടുത്തുള്ളത്, വീടിൻ്റെ ഈ ഫ്ലാറ്റിൻ്റെ അടുത്തുള്ളത് റെയിൽവേ സ്റ്റേഷൻ ഇതാണ്. അപ്പം സാധനങ്ങളൊക്കെ ഇറക്കട്ടെ. ജയ്പൂരിൽ നിന്ന് നാട്ടിലേക്ക്, ജയ്പൂർ ടു എറണാകുളം ഒറ്റ ട്രെയിൻ മാത്രമേ ഉള്ളൂ. അതാണ് ഇവിടുത്തെ ഒരു വിഷയം. അത് ഉള്ളത് വെള്ളിയാഴ്ച. നമ്മുടെ ട്രെയിൻ വരാറായി കേട്ടോ. ഇപ്പോൾ പറ്റി ട്രെയിൻ. അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ട്രെയിൻ എത്തി, നമ്മൾ കയറുവാണ് കേട്ടോ. പിന്നെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഒറ്റ ട്രെയിൻ മാത്രമേ ഉള്ളൂ. ആ ട്രെയിൻ ഉള്ളത് ഞായറാഴ്ച വൈകിട്ടാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പം ട്രെയിൻ വിട്ടു തുടങ്ങി കേട്ടോ. ട്രെയിൻ വിട്ടു തുടങ്ങി. നമ്മൾ സ്ലീപ്പറിലായിട്ടിരിക്കുന്നത്.
അപ്പോൾ അതിൻ്റേതായിട്ട് ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. AC ആണെങ്കിൽ അത്രയും ഒച്ചപ്പാടും കാര്യങ്ങളും ഉണ്ടാകത്തില്ലായിരുന്നു. പക്ഷേ സ്ലീപ്പർ ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് സുഖം, സ്ലീപ്പറിലാകുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ. നമ്മൾ AC-യിലും ട്രൈ ചെയ്യണം, സ്ലീപ്പറും ട്രൈ ചെയ്യണം. സ്ലീപ്പർ എങ്ങനെയാണോ നോക്കട്ടെ, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്ലീപ്പർ എടുത്തത്. ഇതെല്ലാം കൃഷിയിടങ്ങളാണ് ഇതെല്ലാം. ഈ കാണുന്ന മൊത്തം കൃഷിയിടങ്ങളാണ്. ഈ കവർ മൊത്തം നമ്മുടെ ഫുഡ് ഐറ്റംസ് ആണ്. 3 ദിവസത്തേക്കുള്ള ഫുഡ് ഐറ്റംസ് ആണ്. പക്ഷേ അത് നമുക്ക് ഇതാണ് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പാക്ക് ചെയ്ത് തന്ന ചോറാണ് കേട്ടോ. ഓരോരുത്തർക്കും വേണ്ട ചോറ് വീട്ടിൽ നിന്ന് തന്നെ പാക്ക് ചെയ്ത് തന്നു. ഇത് ഇന്നത്തേക്കും നാളത്തേക്കും കാണില്ല മനുഷ്യൻ 2 ദിവസത്തേക്കേ ഉള്ളൂ. പിന്നെ 3-ന് നമ്മൾ കേരളത്തിൽ എത്തും. അതുകൊണ്ട് 3-ാം ദിവസത്തെ വേണ്ട. ഇതെല്ലാം വീട്ടിൽ നിന്ന് മമ്മി തന്നു വിട്ടാട്ടോ. മമ്മിയും ചേച്ചിയും കൂടെ, പാവ ചേച്ചിയും കൂടെ തന്നു വിട്ട സംഭവങ്ങളാണ് കേട്ടോ. ഈ ബാഗ് മൊത്തം നമുക്ക് കഴിക്കാനുള്ള ചിപ്സ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ചോറ് ഓരോന്നും പാക്ക് ചെയ്ത് ചേച്ചി തന്നു വിട്ടു. നമുക്ക് കറികളുണ്ട്. നാളെ മഞ്ഞച്ചോറല്ലേ കഴിക്കുന്നത്? നാളെ കഴിക്കേണ്ട മഞ്ഞച്ചോറാണ്. നാളെ ഉച്ചവരെയുള്ള ചോറുണ്ട്. പിന്നെ വൈകിട്ടും പിന്നെ അപ്പം നമ്മൾ കേരളത്തിൽ എത്തും. ട്രെയിൻ പിടിച്ചിട്ടൊക്കെ വേണ്ട, ഒരു ട്രെയിൻ വരാനുണ്ട്. അപ്പോൾ അത് പിടിച്ചിട്ടൊക്കെ ട്രെയിൻ. ഇപ്പം സവായ് മാധപ്പൂർ ജംഗ്ഷനായി കേട്ടോ. ഇത് വലിയ റെയിൽവേ സ്റ്റേഷനാണ്. ഇനിയിപ്പോൾ എൻജിൻ തിരിക്കും കേട്ടോ. ഇപ്പം നമ്മൾ ഫ്രണ്ടിലോട്ടാണ് പോകുന്നത്. ഇനിയിപ്പം എൻജിൻ മാറ്റി ബാക്കിലോട്ടാക്കും, ബാക്ക് സൈഡിലാക്കും. ഇനിയിപ്പം നമ്മൾ തിരിച്ചു പോവാണ്. ഓക്കെ, വേറെ റൂട്ടിൽ കയറി പോവാണ്. ലസ്സി വാങ്ങിച്ചോട്ടോ. ലസ്സി ഇങ്ങനത്തെ നോക്കാം. 50 രൂപയാണ് കേട്ടോ. ഇതാണ് മൺ ഗ്ലാസ്സാണ്. 50 രൂപയാണ് നോക്കത്തില്ല. എങ്ങനെയാണോ നോക്കട്ടെ. എന്താ അടിപൊളിയാണ് കേട്ടോ. പുറത്ത് അടിപൊളി ചൂടാണ്. അപ്പോൾ ലസ്സി സൂപ്പറാണ്. അല്പം നേരം ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒന്ന് കിടന്നതാണ്. നല്ല ചൂടാണ് വെളിയിൽ. നമ്മളിപ്പോൾ കോട്ടയാണ് നിൽക്കുന്നത്. കോട്ടയം നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ ജയ്പൂരിലൂടെ കയറിപ്പോയത്. അവിടെ തന്നെ ഇപ്പോൾ തിരിച്ചു വന്ന കേട്ടോ. കോട്ടം മോൻ ഇഷ്ടപ്പെട്ടോ? ട്രെയിനിൽ വരെ ഇഷ്ടപ്പെട്ടോടാ? അടിപൊളിയാണോ ട്രെയിൻ? അടിപൊളിയാണോ? സൂപ്പറാണോ ട്രെയിന്? അടിപൊളിയാണോ? സൂപ്പറാണോ? ആണോ? നമുക്ക് എവിടെ എത്തി? ഒന്നും എത്തിയില്ലയോ? നമ്മൾ അമ്മച്ചിരുത്ത് പോവാന്നോ? സുഹൃത്തുക്കളെ, അങ്ങനെ 1-ാം ദിവസം ആവാൻ കഴിയാറായി കേട്ടോ. അതായത് ഇനിയിപ്പം രാത്രിയായി, ഇരുട്ടായി. ഓക്കെ, നല്ല ഇരുട്ടായി. അപ്പോൾ യാത്ര മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലൊക്കെ ഭയങ്കര ഇരുട്ടായി കേട്ടോ. അപ്പം ഇനി നാളെ രാവിലെ നിങ്ങളുടെ മുമ്പിലേക്ക് വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഹായ് സുഹൃത്തുക്കളെ, അങ്ങനെ രാത്രി കഴിഞ്ഞ് നേരം എടുത്ത് കേട്ടോ. ചെറിയൊരു റെയിൽവേ സ്റ്റേഷൻ. ഇത് എവിടെയാണെന്ന് അറിയത്തില്ല. നല്ല യാത്രയായിരുന്നു. പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല യാത്രയായിരുന്നു. ഇനിയും ഉണ്ട് കേട്ടോ. ഇനി ഒരു ദിവസം കിടപ്പുണ്ട്. ഇനിയും നേരം എടുത്തതേ ഉള്ളൂ. ഇനിയാണ് പരിപാടികളൊക്കെ. എന്തായാലും നേരം എടുത്തപ്പോൾ തന്നെ പോയി ഫ്രഷൊക്കെ ആയി. മോനിഷ കിടന്ന് ഉറങ്ങുന്നേ ഉള്ളൂ. എഴുന്നേൽപ്പിക്കാൻ പോയില്ല. ഉറങ്ങട്ടെ, കിടക്കട്ടെ. എന്തായാലും ഞാൻ പോയി രാവിലെ ഫ്രഷൊക്കെ ആയി. ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഓക്കെ, ഇതൊക്കെയാണ് ട്രെയിനിൽ. പിന്നെ വേറെ എന്താ പരിപാടി? ഇനിയിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ മേടിച്ച് കഴിക്കുക, ഉറങ്ങുക, നമ്മുടെ സമയം കളയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
അല്ല ട്രെയിനിൽ വെള്ളം ദൂരടി നടക്കാനാ, ഓടി നടക്കാനോ ചാടി നടക്കാനൊന്നും പറ്റത്തില്ല. ഓ ഇത് നല്ല ആളുണ്ടല്ലോ കയറാന്. കറക്റ്റ് സമയത്താണ് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ ഒരു 4:30 ആകുമ്പത്തേന് എറണാകുളത്ത് എത്തും. എറണാകുളത്ത് നിന്ന് അടുത്ത ട്രെയിൻ പിടിക്കണം. ഇത് സമയത്ത് എത്തുവാണെങ്കിൽ അടുത്ത ട്രെയിൻ നമുക്ക് അവിടെ നിന്ന് പെട്ടെന്ന് കിട്ടും. നാട്ടിലോട്ട് കൊല്ലത്തോട്ട് കിട്ടും. കൊല്ലത്ത് ആ ട്രെയിൻ തന്നെ നമുക്ക് പുല്ലൂരോട്ടും കിട്ടും. അപ്പം എന്തായാലും കൃത്യ സമയത്ത് കിട്ടുവാണെങ്കിൽ ഹാപ്പിയാണ്. കയറി ഇറങ്ങേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. അളിയന്മാരൊക്കെ പുറകെ വരുന്നുണ്ട്. അടുത്ത ട്രെയിനിൽ പുറകെ വരുന്നുണ്ട്. തൊട്ട് പുറകെ തന്നെ ഉണ്ട് ആഷളിയനും അനീഷളിയനൊക്കെ. ഈ 3-4 മണിക്കൂർ വ്യത്യാസത്തിൽ ബാക്കിലുണ്ട്. അവരും വരുന്നുണ്ട് കൂടെ തന്നെ. എൻ്റെ ട്രെയിനിലായി പോയി, അതേ ഉള്ളൊരു വിഷമമായി പോയെ. എൻ്റെ ട്രെയിനിലായി പോയി, ടിക്കറ്റ് കിട്ടിയില്ല. ഇതേ പറ്റും. അങ്ങനെ 2 ട്രെയിനിലായി. അളിയന്മാരുണ്ടായിരുന്നെങ്കിൽ സമയം പോകുന്നത് അറിയത്തില്ലായിരുന്നു. അവരെ മിസ് ചെയ്യുന്നു, നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. നമ്മൾ നാട്ടിലോട്ട് തന്നെയാണ് വരുന്നവര്. എന്നിരുന്നാലും ഇപ്പം ട്രെയിൻ ഉണ്ടായിരുന്നപ്പം സമയം പോയത് അറിഞ്ഞില്ല. ഓ ഇത് വീർ റെയിൽവേ സ്റ്റേഷനാണ്. വീറാട്ടോ, വീർ. ഇപ്പോൾ യാത്ര ചെയ്യുന്നത് വലിയൊരു ടണലിൽ കൂടെയാണ്. എത്രയോ ദൂരം, കിലോമീറ്ററോളം ദൂരമുള്ള വലിയ ടണലിൽ കൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ട്രെയിൻ ഇപ്പോൾ നിൽക്കുന്നത് കേട് റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് KHED, കേട് തീർക്കാനുള്ള സ്ഥലമാണ്. അപ്പേ അങ്ങനെ നമ്മുടെ ട്രെയിൻ ലേറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വന്ദേ ഭാരതാണ് കിടക്കുന്നത്. ഇനിയിപ്പോൾ വന്ദേ ഭാരത് പോയതിന് ശേഷമേ നമ്മുടെ ട്രെയിൻ ഇനി എടുക്കത്തുള്ളൂ. അപ്പോൾ അതുവരെ വെയിറ്റിംഗ് ആണ്. പിടിച്ചിട്ടിരിക്കുകയാണ്. ഇതുപോലെ പലയിടത്തും ഇങ്ങനെ പിടിച്ചിടുന്നുണ്ട്. ഓക്കെ, ട്രെയിന് ലോറി. എത്ര ലോഡാണ് കയറിയിരിക്കുന്നതിനകത്ത്. അങ്ങോട്ട് കിടക്കുകയാണേ. എത്ര ലോഡ്, എല്ലാം 16 വീല് 12 വീല് വണ്ടികളാണ് കിടക്കുന്നത്. ഏറ്റ ലോഡ്. സുഹൃത്തുക്കളെ, നമ്മൾ നിൽക്കുന്നുണ്ടോ രത്നഗിരിയിലാണ് കേട്ടോ. രത്നഗിരിയിലാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച ഉണ്ടോ, ഒരു ട്രെയിനിൽ മൊത്തം ലാറികൾ, 12 വീല് 16 വീല് ലാറികളാണ് കയറിയിരിക്കുന്നത്. ഏറ്റ ലോഡാണ് കേട്ടോ. വലിയ ലോഡ് കൊണ്ടാണ് വന്നിരിക്കുന്നത്. മഹാരാഷ്ട്രയിലൊക്കെ ഇങ്ങനെയൊക്കെയാണ് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോവുക. ഇതിനകത്തൊക്കെ ഡ്രൈവർമാർ കാണും, കിളികൾ കാണും. മൊത്തം മഹാരാഷ്ട്ര വണ്ടി കേട്ടോ. ഗുജറാത്ത് വണ്ടിയുണ്ട്, മഹാരാഷ്ട്ര വണ്ടി. കർണാടക വണ്ടിയുണ്ട്. കേരള വണ്ടിയുണ്ട് കേട്ടോ. കർണാടക വണ്ടി, മഹാരാഷ്ട്ര, കർണാടക ഒരു KL വണ്ടിയുണ്ട്. എന്നാലും കൂടുതലും മഹാരാഷ്ട്ര വണ്ടി തന്നെയാണ്. ഞാൻ എപ്പോൾ വന്നാലും കാണുന്നത് തന്നെ ഈ മഹാരാഷ്ട്രയിലാണ് ഇങ്ങനെ ട്രെയിനിൽ ഗുഡ്സുമായിട്ട് ലാറി കൊണ്ടുപോകുന്നത്. ഗുജറാത്ത് വണ്ടിയാണ്. ഗുജറാത്ത്, രാജസ്ഥാൻ വണ്ടിയുണ്ട്. രാജസ്ഥാന് ഈ എഞ്ചിനാണ് ഇത്രയും വലിയ ലോഡ് വലിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ അടുത്ത ടണലിൽ കയറി കേട്ടോ. അടുത്ത വലിയ ടണലാണ്. അത് ഭയങ്കര അലപ്പാണ് കേട്ടോ. ബോബി
എന്താ പോയെന്നാ? ഭൂതം പോയി. ആ ടണലിൽ കയറിയപ്പോഴേക്കാണ് നലച്ച്. ഞാൻ അതിനാ ഭൂതം എന്ന് പറയുന്നത്. ഇനി പേടിച്ചു പോയോ? ഓൻ പേടിച്ചു പോയോ? ഇനിയും വരും കേട്ടോ, ഇനിയും വരും. പേടിക്കല്ലേ ഒത്ത്, പേടിക്കല്ലേ. പേടിക്കില്ലേ? വേണ്ട മുത്ത് പേടിക്കില്ല. അപ്പം പേടിക്കൂടാ? നീ പേടിക്കത്തില്ല. മുത്തിന് പേടിയാന്നോ? ബോബി എടാ ജ്യൂസാന്ന് പറഞ്ഞാൽ ചേട്ടാ ഇതിലെ കണ്ടിട്ട് ലസ്സിയാന്ന് ജ്യൂസ് പറഞ്ഞാൽ കുടിച്ച കേട്ടോ. സംഭവം എന്താണ്? ചാച്ച്. ആളൊന്ന് ഞെട്ടി കേട്ടോ. ജ്യൂസാന്ന് വിചാരിച്ച് വലിയ ബേടം ഉണ്ടാക്കി വാങ്ങിച്ചതാണ്. മൊത്തം കുടി, പെട്ടെന്ന് കുടിച്ചിട്ടേ വിടത്തുള്ളൂ. മുട്ട ബിരിയാണി മേടിച്ചോണ്ടിരിക്കുകയായിരുന്നു. നീ കണ്ട ആ രണ്ടു മുട്ടുണ്ടോ? ആ ഒരിനകത്തിനകത്ത് 2 മുട്ടയുണ്ട് കേട്ടോ. നല്ല റൈസല്ലേ? നല്ല റൈസാണ്. ആ നല്ല ടേസ്റ്റ് ഉണ്ടോ? നമ്മ മുത്തം കുടിച്ചോ? ആ ബട്ടർ മിൽക്കാണ് കേട്ടോ. അതിനകത്ത് മസാലയൊക്കെ ചേർത്തയാ. ഈ കാണുന്ന മൊത്തം പെട്രോൾ ടാങ്കറാണ്. ഈ ട്രെയിനിൽ ഈ വലിച്ചുകൊണ്ട് വന്ന മൊത്തം പെട്രോൾ ടാങ്കറാണ്. ട്രെയിൻ പിടിച്ചിട്ടേക്കുക കേട്ടോ. ട്രെയിൻ പിടിച്ചിട്ടേക്കുക. സ്റ്റോപ്പ് ഉണ്ട്. എല്ലാവരും വെളിയിറങ്ങിയിരിക്കുന്നു. ഗോവ എത്തിയില്ല കേട്ടോ. ഗോവ എത്തുന്നതിന് മുമ്പേ ട്രെയിൻ കാലിയായി. എല്ലാവരും ഇവിടെ തന്നെ ഇറങ്ങി കേട്ടോ. ഗോവയിൽ എത്തുന്നതിന് മുമ്പേ എല്ലാവരും ഇവിടെ ഇറങ്ങി. ഗോവയിൽ ഇറങ്ങാൻ ഇനി ആളില്ല. ഫുൾക്കാലി. ഇത് നമ്മൾ വലിയൊരു ടണലിലോട്ട് കയറുവാണ് കേട്ടോ. വലിയ ടണലാണ് ഇത്. ടണലിൽ കയറി. ടണലാണ് ഗോവ എത്തുന്നതിന് മുമ്പുള്ള ടണല്. വലിയ എണ്ണോ ഗോവയായി കേട്ടോ. ഗോവയായില്ല. കർമ്മലിൽ നിന്ന് സ്റ്റേഷൻ എത്തിയതേ ഉള്ളൂ. ഞാൻ അടുത്ത സ്റ്റോപ്പിലാണ് ഗോവ. ഒരുപാട് കരവാളിച്ചില്ല. വെയിലും ട്രെയിനിൻ്റെ യാത്രയല്ലേ, അതുകൊണ്ടൊക്കെയാണ്. കാലാവസ്ഥയാണ്. അല്ലെങ്കിൽ സുന്ദരം തന്നെയായിരുന്നു ഞാൻ. വഴക്കാളി കിടന്ന് ഉറങ്ങും കേട്ടോ. ഒരു വഴക്കാളി, അടുത്ത വഴക്കാളി, നമ്പർ 1, നമ്പർ 2, നമ്പർ 2, 2 വഴക്കാളി കിടന്ന് ഉറങ്ങുക. ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി ആരും ഇല്ല കേസ്. എല്ലാവരും ഇറങ്ങി കേസ്. അഞ്ച് മിനിറ്റോളം ഇവിടെ നിർത്തിയിടും. മഡ്ഗോവയിൽ എത്തിയിരിക്കുകയാണ്. സ്ഥലം എവിടെ ബുൻഷേ? അങ്ങനെ നമ്മുടെ ട്രെയിൻ ഇപ്പോൾ 4 മണിക്കൂറോളം ലേറ്റായി. 4 മണിക്ക് 3:30 എത്തുന്ന ട്രെയിന് ഇപ്പം 8 മണിയായാലും എത്തത്തില്ല. ആ ഒരു കണ്ടീഷനിലാണ് നിൽക്കുന്നത്. കാരണം പലയിടങ്ങളിലായിട്ട് പിടിച്ചിട്ടിരിക്കുക കേട്ടോ. 1 മണിക്കൂർ, അരമണിക്കൂർ, 3/4 മണിക്കൂർ എന്ന രീതിയിൽ പിടിച്ചിട്ടേക്കുക. ട്രെയിൻ കടന്നു പോകാൻ വേണ്ടിയാണ്, പാസ് ചെയ്ത് പോകാൻ വേണ്ടി നിർത്തിയിട്ടേക്കുക. അപ്പോൾ 4 മണിക്ക് ചെല്ലുന്നുള്ള പ്രതീക്ഷയിൽ അടുത്ത ട്രെയിനിൽ നമുക്ക് ബുക്ക് ചെയ്തായിരുന്നു. അതെന്തായാലും പോയി കിട്ടി. ആ പൈസ എന്തായാലും പോയി കിട്ടി. ഞാൻ അവിടെ ചെന്നിട്ട് ഇനി അടുത്ത ട്രെയിൻ പിടിക്കണം. ഏതാണെന്നുള്ളത് ട്രെയിൻ നോക്കി പിടിക്കണം. കിട്ടുമെന്ന് ആർക്കറിയാം.
അല്ലെങ്കിൽ പിന്നെ ബസ്സാണോ ശരണം. ഞാൻ ഒരു മണിക്ക് മുമ്പെങ്കിലും വീട്ടിലെത്താമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. നടക്കത്തേ ഇല്ല. ഇതുപോലെ എത്ര കണ്ട് പിടിച്ചിട്ടെന്നറിയാമോ? മൊത്തത്തിൽ 4 മണിക്കൂർ ഡിഫറൻസ് ആയിപ്പോൾ. 4 മണിക്കൂർ ഡിഫറൻസ്, രക്ഷയില്ല. ഏതോ സ്ഥലത്ത് ഏതോ ഒരു റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. അപ്പോൾ വണ്ടി കടന്നു പോകാൻ വേണ്ടി പിടിച്ചിട്ടിരിക്കുക. ഒരു വണ്ടി പാസ് ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്ക് വന്ദേ ഭാരതങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിനും മാറ്റി കൊടുക്കുന്നുണ്ട് വണ്ടി. ഓക്കെ, ഹായ് സുഹൃത്തുക്കളെ. അങ്ങനെ ആ രാത്രിയും കടന്ന് അടുത്ത പകലായി കേട്ടോ. അപ്പം 2 രാത്രിയും 3 പകലും 2500 സംതിങ് കിലോമീറ്റർ. ഇപ്പൊ ഷൊർണൂർ കഴിഞ്ഞതേ ഉള്ളൂ. ഷൊർണൂർ യഥാർത്ഥത്തിൽ ഈ ട്രെയിനിന്റെ സമയം 4:15 വെളുപ്പിനെ 4:15 എറണാകുളം എത്തും. പക്ഷേ ചെയ്യാൻ പലയിടങ്ങളിലായി പിടിച്ചിട്ട് നമ്മുടെ ട്രെയിൻ ലേറ്റ് ആയി. ഏകദേശം 4-4.5 മണിക്കൂറോളം ട്രെയിൻ ലേറ്റ് ആയിരുന്നു. ഇനിയും കിടക്കുന്നു. 90 കഴിഞ്ഞതേ ഉള്ളൂ. ഇനി എത്രയോ ദൂരം കിടപ്പുണ്ടിരിക്കും. എത്രയോ ദൂരം ഇനിയും കിടപ്പുണ്ട്. 90 കഴിഞ്ഞതേ ഉള്ളൂ. പിള്ളേരെ കൊണ്ട് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വലുതായിട്ട് ഉണ്ടായിട്ടില്ല. പിള്ളേരായിട്ടുള്ള ബഹളവും ചാട്ടവും ഓട്ടവും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ തൃശ്ശൂർ എത്തിയില്ലേ. തൃശ്ശൂർ സെഞ്ചൂർ സ്റ്റേഷൻ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു. യാത്രിयों कृपया ध्यान दीजिए. गाड़ी नंबर 12978 अजमेर एर्नाकुलम मरीसागर सुपरफास्ट एक्सप्रेस त्रिचूर स्टेशन प्लेटफॉर्म नंबर 1 पर खड़ी है. നമ്മള് എറണാകുളത്ത് ഇറങ്ങണമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ അത് നടക്കത്തില്ല. നമ്മളിപ്പം ആലുവയിൽ ഇറങ്ങാൻ വേണ്ടി പോവാണ്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച ട്രെയിനും ആ ട്രെയിനും പോയി. ഇനി അടുത്ത ട്രെയിനുണ്ട്. അതിന് 9 മണിക്കേ ഉള്ളൂ. അപ്പം പിന്നെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ലേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെയും എന്തായാലും ട്രെയിനുകളെല്ലാം കാലിയാണ്. എല്ലാ ബോഗിയും കാലിയാണ്. ഇത് നെടുമ്പാശ്ശേരി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് കേട്ടോ, കൊച്ചി. അത് നമ്മൾ ഫ്ലൈറ്റ് കാണാൻ പറ്റും. ഫ്ലൈറ്റ് റൺവേ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. വന്ദേ ഭാരത് പോകുന്നുണ്ട്. വന്ദേ ഭാരത് ആലുവ സ്റ്റോപ്പ് ഇല്ലേ? അങ്ങനെ ഞങ്ങൾ ആലുവയിൽ ഇറങ്ങി ഗേസ്. ആലുവയിൽ ഇറങ്ങി ഞങ്ങളിങ്ങനെ ഷോക്ക് അടിച്ചിരിക്കുക ഇല്ലേ മനുഷ്യൻ. അപ്പോൾ ഇനി നമുക്കിവിടെ ട്രെയിൻ ഇനിയിപ്പം 10 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ ട്രെയിന്. ഇപ്പോൾ സമയം 9 മണി ആയില്ല. 10 മിനിറ്റ് ഉണ്ട് 9 മണിക്ക്. മരിസാഗർ ഞങ്ങളെ ചർച്ച ഗേസ്. നമ്മളെ പ്രതീക്ഷിച്ചതിനെക്കാട്ടി ടൈം പോയി കിട്ടി. സമയം വെറുതെ ഇതായി. അപ്പോൾ അടുത്ത ട്രെയിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് പോയി ഫുഡ് കഴിച്ചിട്ട് പോലെ അടുത്ത ട്രെയിൻ നമ്മൾ അത് സ്ലീപ്പർ എടുത്തേക്ക് കേട്ടോ. ഇവിടുന്ന് കൊല്ലത്തോട്ടുള്ളത് ട്രെയിൻ സ്ലീപ്പർ എടുത്തു, ടിക്കറ്റൊക്കെ എടുത്തു. രാവിലെ നെയ് റോസ്റ്റും മസാല ദോശയും. നെയ് റോസ്റ്റും മസാല ദോശയും കഴിക്കട്ടെ. നമ്മൾ ട്രെയിൻ 10 മണിക്കാണ്. ട്രെയിൻ യാത്ര തന്നെ എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. അത് നിങ്ങൾ ചെയ്തു നോക്കും. ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തു നോക്കുക. അവിടെ അങ്ങനെ നമ്മൾ അടുത്ത ട്രെയിൻ കിട്ടി കേട്ടോ. അടുത്ത ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊല്ലത്തായിട്ടുള്ള ട്രെയിനാണ്. നമ്മൾ സ്ലീപ്പറിലാണ് എടുത്തിരിക്കുന്നത്. സ്ലീപ്പറാണ് എടുത്തേക്കുന്നത്. അപ്പം അടുത്ത ട്രെയിൻ നമ്മളെ കിട്ടി. ഇടാ പോ. അടുത്ത ട്രെയിൻ കിട്ടി കേട്ടോ. ഇനി അവിടെ ചെല്ലുമ്പോൾ ഇതും ഇനിയിപ്പം ഡിലേ ആണെങ്കിൽ അതും പാടാണ്. ഇപ്പം ഡിലേ ആണ്. അതായത് 9:15 എത്തേണ്ടതാണ്. അപ്പോൾ ഇപ്പം 9:45 കഴിഞ്ഞു. ഇത് കൃത്യമായിട്ട് ഓടി ചെല്ലുവാണെങ്കിൽ പിന്നെ നമുക്ക് അങ്ങോട്ടുള്ള ട്രെയിന് കിട്ടും. അല്ലെങ്കിൽ അവിടെയും ഡിലേ ആവും. എന്നാൽ ഇങ്ങോട്ടുള്ള എക്സ്പീരിയൻസ് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അങ്ങോട്ടൊന്നും അറിഞ്ഞില്ല.
എൻ്റെ പൊന്ന സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ എറണാകുളം ടൗൺ ആയോ. എറണാകുളം ടൗൺ ഇവിടെ നിൽക്കുന്നില്ല. എന്നാ പറയാനാ, എന്തോ പറയാനാ. അങ്ങനെ നമ്മുടെ ട്രെയിൻ ഇപ്പോൾ എറണാകുളം ജംഗ്ഷനിലായി. ഞാൻ അടിയൊരു ഹായ് സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മുടെ സ്വന്തം കൊല്ലത്ത് എത്തിയിട്ടോ. ഇനി നമുക്ക് അടുത്ത ട്രെയിൻ പിടിക്കണം. ട്രെയിൻ ഉണ്ടോ നോക്കട്ടെ, അല്ലെങ്കിൽ നമ്മൾ അടുത്ത വഴി നോക്കണം. ട്രെയിൻ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് കേട്ടോ. അടുത്ത ട്രെയിൻ കിട്ടിയില്ല ഗേസ്, അതും നമ്മളെ ചതിച്ച് ഗേസ്. അങ്ങനെ നമ്മൾ കൊല്ലത്തൊരു ടാക്സി അറേഞ്ച് ചെയ്തു. നമ്മളിനി നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. നമ്മൾ അടുത്ത ട്രെയിൻ നോക്കിയെന്ന് കഴിഞ്ഞാൽ ഇനിയും 5:30 ആയാലും ഇരുട്ടിയായാലും വീട്ടിലെത്തത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ കൊല്ലത്ത് തന്നെ ടാക്സി അറേഞ്ച് ചെയ്ത് നമ്മളിനി നേരെ വീട്ടിലോട്ട്. ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ കൊട്ടാരക്കര എത്തിയിരിക്കുകയാണ്. കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞ് കൊട്ടാരക്കര സിഗ്നലിലൂടെ എത്തിയിരിക്കുകയാണ്. അവിടെ നിന്നൊരു 10-15 കിലോമീറ്റർ കൂടെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ വീടെത്തി സുഹൃത്തുക്കളെ. വണ്ടി അപ്പുറത്ത് വണ്ടി ഇട്ടാ ഫൈനാണ്, ഓർത്ത് വെച്ചോ. ഇവിടെ ലെഫ്റ്റിലേക്ക് പോകാനുള്ള വഴി റൈറ്റ് സൈഡിൽ ഇവിടെ ഇതാണ് നമ്മുടെ വീട്. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു ഗേസ്. ഓക്കെ ശരി. പേരെങ്ങനായിരുന്നു? സുരേഷ്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു ഗൈസ്. ഞങ്ങളങ്ങനെ വീട്ടിൽ വന്നു. ഇല്ലേ മനുഷ്യ? നിങ്ങൾ എവിടെ ആയിരുന്നു? രാജസ്ഥാനിൽ പോയി പോന്നാ? നിങ്ങളെ കാണാൻ വേണ്ടി വന്നേ. ആണോ? നിങ്ങളെ കാണാൻ വേണ്ടി ആണല്ലേ? ഞങ്ങൾ എവിടെ പോയേനെ? എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ട്. സോണിയെ കൊണ്ട് വേണമെങ്കിൽ ഒരു ഹായ് പറയിപ്പിക്കും. എങ്ങനെയുണ്ടോ യാത്രയൊക്കെ? അടിച്ചു വിളിച്ചോ? ഇതാര് ഡ്രൈവർ ഒന്ന് ബാക്കി ഇരിക്കുന്നേ? ഇവിടെ വണ്ടി ഓടിച്ചാൽ മതിയോ? എന്തിയാ ഒരാളെ എങ്ങനെയുണ്ട് ജയ്പൂർ യാത്രയൊക്കെ? യാത്ര സുഖമില്ല ആൻറ്റി, സത്യം യാത്ര സുഖമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാരോടും, ഡയറക്റ്റ് ജയ്പൂർ എപ്പോ വരുന്ന ട്രെയിൻ എപ്പോ സ്റ്റാർട്ടാന്നാ ഇനി അപ്പഴേ വരുന്നോളൂ. നിങ്ങൾ എന്താ ഡയറക്റ്റ് പറഞ്ഞേ? ഇത് നമ്മുടെ കിയാടെ, നമ്മുടെ അളിയൻ്റെ വണ്ടി കേട്ടോ. ഇത് ഫുൾ ലോഡ്, 9 പേരും അതിൻ്റെ സാധനങ്ങൾ ഫുൾ ലോഡായിരുന്നു. പക്ഷേ നമ്മൾ സാധനം അതിന് മുമ്പ് ഇറക്കി കഴിഞ്ഞ് 11 പേര് അളിയനൊക്കെ കൂട്ടി 11 പേര് ഫുൾ ലോഡ് തന്നെ. ഫുൾ ലോഡ് ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇറക്കി കഴിഞ്ഞു കേട്ടോ. കിയ നല്ല പവർ കേട്ടോ. ഒരു ഫോർച്യൂണറിൻ്റെ പവറുണ്ട്. ചുമ്മാ നല്ല ചുള പോലെ എണ്ണി കൊടുത്തിട്ടോ ഇല്ലയോ? ഫുൾ ലോഡുമായിട്ട് വന്നിട്ടോ. വണ്ടി ഒന്നും വലിയ വ്യത്യാസമൊന്നും ഇല്ലായിരുന്നില്ലയോ? നല്ല പവർ വണ്ടി.
നിജ ഫുൾ ടാങ്ക് അടിച്ചിട്ട് ഞാൻ കണ്ടായിരുന്നു ഞാൻ അതിനടുത്ത് നടന്നാ മതി. കണ്ടോ ഇവരില്ലാഞ്ഞോണ്ട് ഒറ്റ വായിച്ചോണ്ട് കട മുതലാളിയായി.